ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ടൊരു അരിയുണ്ട ഉണ്ടാക്കിയാലോ. അരിയുണ്ടയുടെ റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഉണ്ടയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കടല ഉണ്ടെന്നുണ്ടെങ്കിൽ, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടലയൊന്നും കംപ്ലീറ്റ് ആയിട്ട് തീർന്നുണ്ടാവില്ല. ആ ഒരു കടല ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് അരിയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉണ്ട ഉണ്ടാക്കാം. വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ഒരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അരി കടല ഉണ്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് കടല എടുത്തിട്ടുണ്ട്. കടല വെള്ളത്തിൽ സോക്ക് ചെയ്തൊന്നും എടുക്കണ്ട കേട്ടോ, ഉണങ്ങിയ കടലയായിരിക്കണം. അതുപോലെ തന്നെ 1/2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി റൈസ് ആണ്. നിങ്ങൾക്ക് സാധാരണ പച്ചരി ഉപയോഗിക്കാം, കുത്തരി ഉപയോഗിക്കാം, ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. മധുരത്തിന് പാകത്തിന് ശർക്കര എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരെയും പാകം വ്യത്യാസം ഉണ്ടാവും മധുരം. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതലായിട്ട് ചേർക്കുക. ചെറിയ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കുറവ് ചേർക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, സ്പൂണിൽ കോരി കഴിക്കാനായിരിക്കും പറ്റുക. ശർക്കര ചേർക്കുമ്പോഴാണ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുക. പിന്നെ വേണ്ടത് ഏലക്കപ്പൊടിയാണ്. ഒരു 2 ഏലക്ക പൊടിച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം വറുത്ത് പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കടലയും അരിയും ഒന്ന് വറുത്തെടുക്കാം. സാധാരണ പച്ചരിയാണെന്നുണ്ടെങ്കിൽ കടലയുടെ കൂടെ ഇട്ടിട്ട് വറുക്കരുത്, 2-2ആയിട്ട് വറുത്തെടുക്കുക. ഇതിപ്പോൾ ഇഡ്ഡലി റൈസ് ആയതുകൊണ്ട് കടലയുടെ കൂടെ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ വറുത്തെടുക്കാൻ പോകുന്നത്, ഒരുമിച്ച് തന്നെ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിയുടെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് കടലയുടെ കൂടെ ഇട്ട് വറുക്കണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാം. കുത്തരി ആണെങ്കിലും കടലയുടെ കൂടെ ചേർത്തിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് വറുക്കാം. ആ സമയത്ത് തന്നെ നമ്മുടെ ശർക്കര പാനിയാക്കാൻ വയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ ശർക്കര പാനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇളം ചൂട് ശർക്കര പാനി ചേർക്കണം, നല്ല ചൂടോടെ ചേർക്കരുത്, ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ചേർക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കടലയും അതുപോലെ തന്നെ അരിയും വറുക്കുമ്പോൾ ഒരു പഴയ പാത്രത്തിൽ, നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ പഴയ പാത്രത്തിൽ, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വറുത്തെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴയ പാത്രങ്ങളിൽ വറുത്തെടുക്കായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്ത് കുറച്ച് സമയമെടുത്ത് വറുത്തെടുക്കട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടല കുക്കായി വരാൻ കുറച്ച് സമയമെടുക്കും, നമ്മുടെ അരിയും വറുത്ത് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമുക്കിത് രണ്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കടലയും അരിയും എല്ലാം ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ വേറെ വൈഡായിട്ടുള്ള പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക, ഒന്ന് നിരത്തിയിടുക. അപ്പോൾ ചൂടൊക്കെ മാറി വരും. ഈ സമയത്ത് നമുക്ക് ഒരു 100 ഗ്രാം ശർക്കര ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, 1/4 കപ്പ് വെള്ളം മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിലാണ് എടുക്കുന്നതെങ്കിൽ 100 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് മാറ്റി വയ്ക്കിട്ട് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കട്ടെ. നമ്മുടെ കടലയും അരിയും ഒക്കെ ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്, ചെറിയ ചൂടേ ഉള്ളൂ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. വലിയ ജാറാണെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ കറക്കി എടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കടലയും അരിയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ നൈസായിട്ടുള്ള തരികളുണ്ടാവും. നല്ല ഫൈൻ പൗഡറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഇത് കണ്ടോ, കയ്യിൽ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ അത്രയും വളരെ ചെറിയ തരികളേ ഉള്ളൂ. തരി എന്ന് പറയാനും മാത്രമില്ല കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ 2ാമത്തെ ബാച്ചും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അത് ഈ പൊടിയിലേക്ക് തന്നെ തേങ്ങ ചേർക്കാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ തേങ്ങ അരഞ്ഞു വരും. 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തതാ ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് ഇളക്കി ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന പാകത്തിൽ കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ശർക്കര ചേർക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഏലക്കപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് മിക്സ് ചെയ്യാം.
അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ കടല ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്തോളൂ. വൈകുന്നേരം ചായയുടെ കൂടെ നല്ലൊരു 4 മണി പലഹാരമാണത്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് കുറച്ചായിട്ട് നമ്മുടെ ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മുഴുവൻ ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് ബാക്കിയുണ്ട്. അത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടോടെ ചേർത്താലേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചെറിയ ചൂടിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നെയ്യ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. പിന്നെ കാഷ്യൂനട്ടോ റൈസിൻസോ ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഇതൊന്നും ചേർക്കാതെ സിമ്പിളായിട്ടുള്ളൊരു അരി കടല ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിച്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാം. ഇതുപോലെ പിടിക്കുമ്പോൾ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടണം. ആ ഒരു പാകത്തിൽ വേണം നമ്മൾ ശർക്കരപ്പാനി ചേർക്കാൻ. ഞാനൊരു 1 ടീസ്പൂണും കൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കുഴഞ്ഞ ഭാഗത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള ബോൾസ് ആക്കാം. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പിലാക്കി എടുക്കാം. ഇല്ലെങ്കിൽ സ്പൂണിൽ വെറുതെ കോരി കഴിക്കാനാണെങ്കിൽ ഉണ്ടയൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇളം ചൂടോടെ കഴിക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ കുറച്ച് ബലം വരും കേട്ടോ. ശർക്കരയൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ കുറച്ച് ബലം വരും. അപ്പോൾ ഞാൻ ഇതുപോലെ ബോൾസ് റെഡിയാക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ നമുക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ, അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള നാരങ്ങയുടെ വലിപ്പത്തിൽ നമുക്ക് ബോൾസ് ഉരുട്ടിയെടുക്കാം. തീരെ ചെറുതായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഒരു സുഖം തോന്നില്ലല്ലോ. നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു വലിപ്പം വേണ്ടേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഉടനെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികളാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മളിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നനവ് കുറവാണ്, കറക്റ്റായിട്ട് ഉരുണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഉണ്ടയാണിത്. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ചെറിയൊരളവിലൊക്കെ കഴിക്കാം കേട്ടോ. 1-2 എണ്ണമൊക്കെ കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ ശർക്കരയല്ലേ, പഞ്ചസാര അല്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനിനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ ഉരുട്ടിയെടുത്തിട്ട്. ഇപ്പോൾ നമ്മുടെ അരി കടല ഉണ്ടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 10 ഉണ്ട ഉണ്ടാക്കാം കേട്ടോ, ഈ വലിപ്പത്തിലാണെങ്കിൽ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.